എന്ന് പറയുന്നത് വളരെ ശക്തമായ സമരങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ തന്നെ വാർത്ത പുറത്തുവിട്ടു, കൊല്ലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വച്ച് എത്ര ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. കൊല്ലം ഞാൻ ജനിച്ച് വളർന്ന ഒരു മണ്ണാണ്. ഇവിടെ മൈക്കുമായി നിൽക്കുന്നവരും ക്യാമറയുമായി നിൽക്കുന്ന സുഹൃത്തുക്കളും എല്ലാം സഹോദരതുല്യമായ സ്നേഹമാണ് സ്കൂൾ കാലം മുതൽ എനിക്ക് നൽകിയിട്ടുള്ളത്. സ്കൂൾ ജീവിതകാലം മുതൽ, വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. SFIയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് പൊതുരാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുന്നത്. പല ഉത്തരവാദിത്വങ്ങളും പല ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. ഈ പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികളും അതുപോലെ തന്നെ സാധ്യതകളുമുള്ളൊരു കാലഘട്ടമാണ്. ആ ഒരു കാലത്ത് രാജ്യം സമരസാന്ദ്രമായി നിൽക്കുന്നൊരു കാലത്ത് രാജ്യത്തെ ചെറുപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വളരെ ധൈര്യത്തോടു കൂടി സമരം ചെയ്യുന്നത് രാജ്യ തലസ്ഥാനം കണ്ടുകൊണ്ടിരുന്ന ജന്തർ മന്ദിറിലെ പുതിയ കാലത്തെ ചെറുപ്പത്തിൻ്റെ സമരതീഷ്ണത കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിയെ പോലും രാജിവെപ്പിക്കാൻ താക്കത്തിലേക്ക് മാറിയ ഒരു കാലത്ത് കേരളത്തിലെ യുവജനങ്ങളുടെ നേതൃത്വമായി DYFI പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. രാജ്യത്തും ആ സമരത്തിൻ്റെ ഭാഗമായിരുന്നു DYFI. ഈ ഒരു ഘട്ടത്തിൽ DYFIയുടെ സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നല്ല രൂപത്തിൽ ജനങ്ങൾക്കും യുവജനങ്ങൾക്കും ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെല്ലാവരും DYFI ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നൊരു പദ്ധതി സാധ്യമാക്കാൻ കഴിഞ്ഞത്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് സ്നേഹത്തിൽ പൊതിഞ്ഞാണ് മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഭക്ഷണപ്പൊതികൾ നൽകിയിട്ടുള്ളത്. അത് ഈ നാട് കേരളം വിശ്വസിച്ച് ഏൽപ്പിക്കുന്നത് DYFI ആണ്. രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ്. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അതിനെ സംരക്ഷിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പത്തിൻ്റെ സംഘടനയാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കെതിരെ നിയമപോരാട്ടം നടത്തിയ ആ ഇരകൾക്കൊപ്പം ചേർന്ന് നിന്ന സംഘടനയാണ്. YLF പോലെയുള്ള അന്താരാഷ്ട്ര ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാൻ, രാഷ്ട്രീയ പ്രവർത്തനത്തെ സർഗാത്മകമാക്കി മാറ്റാൻ പ്രവർത്തിച്ച സംഘടനയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയുമാണ്. വരും നാളുകളെന്ന് പറയുന്നത് വളരെ ശക്തമായ സമരങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇന്നലെ നിങ്ങൾ തന്നെ വാർത്ത പുറത്തുവിട്ടു, കൊല്ലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വച്ച് എത്ര ഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് തീക്ഷ്ണമായ സമരങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെയുള്ള തീക്ഷ്ണമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാലമാണിത്. ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ ഉൾപ്പെടെ വെട്ടിമുറിക്കാനുള്ള സമീപനം, അതിനെതിരെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. നാളെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്, പാലക്കാട് ഡിവിഷനിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്കുള്ള മാർച്ചിന് DYFI കോൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്തുള്ളത്. രാഷ്ട്രീയ പ്രവർത്തനം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യങ്ങൾ കവിതകളാകുമെന്നാണല്ലോ പറയുന്നത്. ഞങ്ങളെപ്പോഴും സമരം ചെയ്യുന്നത് ഈ നാടിന് വേണ്ടിയാണ്. ഉയർന്നു വരുന്ന വിഷയങ്ങൾക്കനുസൃതമായിട്ടാണ് സമരങ്ങളുടെ രൂപവും അതിൻ്റെ ഭാവവും ഉണ്ടാവുക. ഏത് രൂപത്തിൽ സമരം ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് ഭരണകൂടത്തിൻ്റെ സമീപനമാണ്. നിലവിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ ഗവൺമെൻറ്റും അങ്ങേയറ്റം യുവജന വിരുദ്ധ സമീപനമാണ്. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. ഒപ്പം ഞങ്ങൾ തുടർന്നു വരുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു തരി പോലും പിന്നോട്ടടിയില്ലാതെ, ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ അത്തരം ഹൃദയപൂർവ്വം പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, രക്തദാനം പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, പുതിയ 2 പദ്ധതികളുണ്ട്. ഹെലോ ടു AI, അതുപോലെ തന്നെ ഹൃദയതാളം.
ജീവിതശൈലി രോഗങ്ങൾ മൂലം ഒരുപാട് പേർ ഇപ്പോൾ ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPR പരിശീലനം ഉൾപ്പെടെ ചെറുപ്പത്തിന് നൽകുന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ പുതിയ പദ്ധതിയാണ് ഹൃദയതാളം. അതുപോലെ AI സാധ്യതകൾ, പുതിയ തലമുറയെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഹെലോ ടു AI. അങ്ങനെ ഒരുപാട് പുതിയ സർഗാത്മകമായ പദ്ധതികളുണ്ട്. അതോടൊപ്പം നാടിൻ്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങൾക്ക് തെരുവുകളിൽ ഞങ്ങൾ ശക്തമായ നേതൃത്വം ഇന്നലകളിലെ പോലെ നടത്തും.